ഹലോ, ഈ കാണുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ ഈ ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്ന കുഴിപ്പള്ളത്ത് നിന്ന് മേടിച്ച ചെടികളാണ് കേട്ടോ. അപ്പം അന്ന് കുറച്ച് ദിവസം പിടിക്കുമല്ലോ ചെടിയൊക്കെ ഒന്ന് നട്ട് ക്ലിയർ ആയിട്ടൊക്കെ ഒന്ന് വരാൻ. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ആഹ് അന്ന് മേടിച്ചതാണ്ട് പെരിയോർട്ടോ എന്തോ ആണെന്ന് തോന്നുന്നു, എൻ്റെ പേര് എനിക്ക് അത്ര അറിയത്തില്ല. ഇത് വന്നിട്ട് രണ്ടാമത് നിൽക്കുന്നത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ വേറൊരു വേരിയേറ്ററാണ്. ഇത് വന്നിട്ട് മഞ്ജുള പോത്തോസ് പോലത്തെ ഒരു സംഗതിയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എന്തായാലും സംഗതി കാണാനായിട്ടൊക്കെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം മുറിക്കകത്ത് നമുക്ക് ഒരു ചെറിയ ഒരു എന്തോ പറയുക ഒരു പച്ചപ്പ് ഫീല് കൊണ്ടുവരാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് ഈ നിൽക്കുന്ന സംഗതി വന്നിട്ട് എൻ്റെ പേരൊക്കെ എനിക്കറിയാം, ചേട്ടന് കറക്റ്റ് അറിയാം കേട്ടോ. പക്ഷെ എന്തോ പറയാനായിട്ട് ഒരു കൊലയായിട്ടൊരു നല്ലൊരു മരം പോലെയൊക്കെ ഏകദേശം ഒരു ചെറിയ കുഞ്ഞു മരമായിട്ട് വളർന്ന സംഗതിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇപ്പൊ ഇത് നേരത്തെ കണ്ടതേ ഇതിന്റെ സെയിം ഇത് തന്നെയാണ് ഇതിൽ വരുന്നതേ. ഇത് വരുന്നത് ഇതിന്റെ പേര് എന്തോ ഒരു കുഞ്ഞു മഞ്ഞ കളറിലൊരു പൂവൊക്കെ കൊണ്ട് വരുന്നുണ്ട്. ഇതെന്തോ എന്താ പറയുക, നമുക്കൊരു പൈസ കൊണ്ടുവരുമെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു ചെടിയാണെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് മണി പ്ലാന്റിന്റെ വേറൊരു ഇതാണ്. ഇതാണ് നമ്മുടെ ഇവിടത്തെ ചെറിയൊരു ചെടി കളക്ഷൻ എന്ന് പറയാനായിട്ട്. ഇത് വെച്ചാൽ കറക്റ്റ് ഇത് റൂമിന്റെ നമ്മുടെ ഈ ജനലിന്റെ ഇതിലെ വെച്ചിട്ട് ഞാൻ മഴയൊക്കെ പെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പുറത്ത് വന്നിട്ട് നമ്മളിവിടെ ഒരു ഇച്ചിരി കാട്ടുംപുറം പോലത്തെ സ്ഥലമാണ്, അത് കണ്ടോ. പുറത്ത് ഞാൻ ലോങ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. പക്ഷെ അത്യാവശ്യം മരങ്ങളും കാടും ഇതൊരു റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ്. അപ്പം ഈ ഒരു വിൻഡോസ് തുറക്കുമ്പം ആ വരുന്ന ഒരു വ്യൂവിലാണ് ഇതിനെ ഞാൻ ഇങ്ങനെ കൊണ്ട് നട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മേടിച്ച ഒരു സാധനമാണ് കേട്ടോ ഇത്. കാണാനായിട്ട് ഇച്ചിരി ഭംഗി കൂടുതലാണോ എന്ന് വെച്ചാൽ ഇത്തിരി കൂടുതലാണ്. അതായത് ഞാനത് ഈ ക്യാമറയിൽ അത്ര ഇതായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അടിപൊളി സാധനമാണ്. എനിക്ക് എൻ്റെ പേരറിയത്തില്ല, ഒന്നിൻ്റെ പേരൊന്നും ചോദിക്കരുത്, എൻ്റെ പേരറിയത്തില്ല. ഇതെല്ലാം ഞാൻ അവിടെ വെച്ച് കണ്ടപ്പം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ചെറുതില്ലായിരുന്നു. പിന്നെ ഞാനത് ഏകദേശം ഇതൊക്കെ വിൽക്കത്തില്ലേ, ചെടിയൊക്കെ വിൽക്കുന്ന ഒരു ഇത് കടയിൽ വന്ന് നോക്കി അവിടെ ഒരു ചെറിയ തൈ ഉണ്ടായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് രണ്ടും നമുക്ക് ഈ മേശപ്പുറം ഡെക്കറേറ്റ് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചത് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ അടുത്തായിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് അതിൻ്റെ അത്യാവശ്യം ഒരു ഭംഗിയുള്ള ഒരു ഐറ്റമായിട്ടിരിക്കുകയാണ്. ഇനി വേറൊരു സാധനം കാണിച്ചു തരാവേ. ഓക്കെ, ഇതാണ് നമ്മുടെ പീസ് ലില്ലി. എന്താണ് എൻ്റെ പേര് പറയുന്നത്, എൻ്റെ ഒരു ലോങ് ആയിട്ട് എടുത്ത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ പൊന്നെ, ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. ഇതിനൊക്കെ ലൈറ്റ് ആയിട്ടുള്ളൊരു വെട്ടവും കാര്യങ്ങളൊക്കെ മതി. അത്യാവശ്യം വളവും എന്ന് പറഞ്ഞാൽ ഇടാനായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ചെറിയൊരു മിക്സർ എന്തോ അതിനെ പറയുന്ന നമ്മുടെ ചകിരിച്ചോറും കാര്യങ്ങളും ആ ഒരു മിക്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതിലൊരു ചെറിയ വെള്ളപ്പൂ വരും, പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ് ഇതിൻ്റെ. ഇപ്പം നമ്മളൊരു ദൂരെ നിന്നിപ്പോൾ കാണുന്ന ആ വിൻഡോസിൻ്റെ അടുത്തൊരു വ്യൂ ആണ്, മനസ്സിലായോ. അപ്പം അത്യാവശ്യം ഒരു ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഭംഗിക്കാണ് ഈ സംഗതി വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ റൂമിൽ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ചെടികളുടെ ഒരു വീഡിയോ ആണ് എടുത്ത് അയച്ചിട്ടുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിച്ചാൽ വാങ്ങിച്ചുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തന്നെ എല്ലാ ചെടി അടിപൊളിയായിട്ട് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്ന് പിടിച്ച് ക്ലിയർ ആയിട്ട് വരണമല്ലോ. അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് നമ്മുടെ പുറം വശമാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കാടും കാര്യങ്ങളും. ഇപ്പം മഴ പെയ്തിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പെയ്ത് തോന്നുന്നതേ ഉള്ളൂ. അത്യാവശ്യം കാടൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.